തുടർന്ന് നാം പുതിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പോകുന്ന പ്രതീതിയാണ് ഇവിടെ എന്ന് തോന്നുന്നു. മുടിയെയും വസ്ത്രധാരണത്തെയും കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ ഏറ്റവും ഭാവനമായ ഭാഗം ഇതായിരിക്കുമെന്നത്രേ ഞാൻ കരുതുന്നത്. നമ്മുടെ സഭകളിലൊക്കെ ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാകുന്നു കർത്തൃമേശ എന്ന കാര്യത്തിൽ സംശയമില്ല. തന്മൂലം ഇന്ന് പല സ്ഥലങ്ങളിലും കർത്തൃമേശ ആചരിക്കുന്നത് ഒരു ദൈവദൂഷണമായി മാറിയിരിക്കുന്നു. പൗലോസ് ഈ ഭാഗത്ത് പറയുവാൻ പോകുന്നത് തിരുവത്താഴം നാം ആചരിക്കുന്ന വിധത്താൽ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നു എന്നത്രേ. വാസ്തവത്തിൽ തിരുവത്താഴം ആചരിച്ച വിധത്താൽ കൊരിന്ത്യരിൽ ചിലർ രോഗികളായി, മറ്റു ചിലർ മരിച്ചു എന്ന് നാം കാണുന്നു. അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിച്ചില്ല. ഇന്ന് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്നുവോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. തിരുവത്താഴത്തിൻ്റെ വിധം വളരെ കർശനമായി പാലിക്കണം എന്ന് നമ്മിൽ അനേകർക്കും നിർബന്ധമുണ്ട്. ആ ആചാരത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും നാം ശ്രദ്ധിക്കും. എന്നാൽ നാം വാസ്തവത്തിൽ കർത്തൃമേശയിൽ, അതെ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കാറുണ്ടോ? അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നാം അതിനെ ഗ്രഹിക്കാറുണ്ടോ? അനേകർക്കും ഇതൊരു ചടങ്ങ് മാത്രമാണ്. മറക്കരുത്, ചടങ്ങ് കൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകുകയില്ല. തിരുവത്താഴത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് തുടർന്ന് നാം പഠിക്കേണ്ടതാണ്. ക്രിസ്തീയ ആരാധനയുടെ മഹത്തായ ആവിഷ്കരണവും വിശുദ്ധമായ അനുഷ്ഠാനവും കർത്താവിൻ്റെ അത്താഴമാകുന്നു. കൊരിന്തിൽ ഇത് വളരെ താണ ഒരു മതേതര ആചാരമായി മാറി. അതായത് ഈ ആചാരത്തെ കൊണ്ട് ദൈവദൂഷണം പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി. കൊരിന്ത്യരുടെ ജഡീകത്വത്തെ കാണിക്കുന്ന ഒരു ഭാഗമാണിത് എന്ന് പറയേണ്ടതില്ലല്ലോ. നല്ല നല്ല ആചാരങ്ങൾ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന വിപത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൊരിന്ത്യ സഭയിലെ തിരുവത്താഴ ആചരണം. 4 സുവിശേഷങ്ങളിൽ 3 കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, കർത്താവിൻ്റെ ജന്മദിനം ആചരിക്കുവാൻ തിരുവചനത്തിൽ എങ്ങും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ സ്വന്തമായവർ അവൻ്റെ മരണത്തെ കൊണ്ടാടണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ സ്വന്തമായി തീർന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് ഓർക്കണം. അല്ലാത്തവർക്ക് ഇത് അർത്ഥമില്ലാത്ത ഒരു ചടങ്ങ് മാത്രമാണ്. കർത്താവിൻ്റെ അത്താഴത്തിന് പൗലോസ് വളരെയേറെ പ്രാധാന്യം കൊടുത്തു എന്ന് കാണുന്നു. 23-ാം വാക്യത്തിൽ, 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. നേരിട്ടുള്ള വെളിപ്പാടിനാൽ പൗലോസ് പ്രാപിച്ചതാണിത്. 1 കൊരിന്ത്യർ 15-3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഭാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. സുവിശേഷവും കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചും നേരിട്ടുള്ള ഒരു വെളിപ്പാടാണ് പൗലോസിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ കർത്താവ് പൗലോസിന് നൽകി. ഒരു കാര്യം ഓർക്കണം, കർത്താവ് മാളികമുറിയിൽ തിരുവത്താഴത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയ സമയത്ത് പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുന്നതും നമ്മുടെ ഇന്നത്തെ തിരുവത്താഴ ആചരണവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമാകുന്നു എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഇവ തമ്മിലുള്ള സാമ്യം അത്ര കൃത്യമായി പറയുക പ്രയാസമാണ്. കാരണം സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആ കാലങ്ങളിൽ തിരുവത്താഴത്തെ തുടർന്ന് ഒരു സമൂഹ സദ്യ സാധാരണയായിരുന്നു. ഇതൊരു പക്ഷേ ഭവനങ്ങളിൽ ആയിരുന്നിരിക്കണം ആചരിച്ചിരുന്നത്. മാത്രമല്ല എല്ലാ ദിവസവും ആചരിച്ചു വന്നിരിക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 46-47 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തിരുവത്താഴത്തോടനുബന്ധിച്ച് കൊരിന്തിലെ സഭയിൽ ഒരു സദ്യ ഉണ്ടായിരുന്നു. മാളികമുറിയിൽ അന്ന് ആഘോഷിച്ച പെസഹയും അതുപോലെയായിരുന്നു. പെസഹ അത്താഴം ആചരിച്ചതിന് ശേഷം നമ്മുടെ കർത്താവ് അപ്പം എടുത്ത് നുറുക്കി. അതെ, മാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു പെരുന്നാളിൽ കർത്താവ് പുതുതൊന്നാരംഭിച്ചു. അസ്തമിച്ചു കഴിഞ്ഞ ആ ആഘോഷത്തിൻ്റെ ചാരത്തിന്മേൽ കർത്താവ് പുതിയൊരു സ്മാരകം പടുത്തുയർത്തി. മാർബിൾ കൊണ്ടോ പിത്തള കൊണ്ടോ അല്ല, പിന്നെയോ ലളിതമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട്. ഒരുമിച്ചൊന്ന് കൂടി ആഹാരം കഴിക്കുന്ന പതിവ് ഇന്നും നമ്മുടെ ഇടയിൽ കാണാറുണ്ടല്ലോ. സഭകളിൽ, ക്ലബ്ബുകളിൽ, ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കൂടി ഒരു നേരത്തെ ആഹാരം ഒരുമിച്ച് കഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. സഭയായി ഇങ്ങനെ സദ്യകൾ നടത്തുന്നതിനെ അനേകരും വിമർശിക്കാറുണ്ട്. ഞാനും വിമർശിക്കാറുണ്ട് കേട്ടോ.
ഞാൻ വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള കൂടിവരവുകളിൽ പുറമേയുള്ള മനുഷ്യന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനാലാണ്. ആദിമസഭയിൽ അവർക്ക് ഈ സദ്യ കൂട്ടായ്മയ്ക്കായിട്ടായിരുന്നു. അവർ അതിനെ അഗാപ്പേ എന്നോ സ്നേഹസദ്യ എന്നോ ഒക്കെ വിളിച്ചിരുന്നു. സഭയുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു ഇത്. ആ കാലത്ത് സാമൂഹ്യമായുള്ള ഒത്തുചേരൽ തിരുവത്താഴത്തിലേക്ക് നയിക്കുകയുണ്ടായി. അത് പ്രത്യേകം ആചരിച്ചിരുന്നെങ്കിൽ തന്നെ തിരുവത്താഴത്തിന് ശേഷം എപ്പോഴും ഈ പറഞ്ഞ സ്നേഹസദ്യകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ സദ്യകൾ തിരുവത്താഴത്തെ തുടർന്ന് നടത്താതെ വന്നു. ഇന്ന് കാണുന്നത് പോലെ മാത്രം അവ ആചരിച്ചു വന്നു. ഇന്ന് തിരുവത്താഴത്തിന് ശേഷം നമുക്ക് സ്നേഹസദ്യകളില്ലല്ലോ. അങ്ങനെ വേർപെടുത്തിയതിനാൽ കൊരിന്ത്യൻ സഭയിൽ ഈ ആചാരത്തിലുണ്ടായിരുന്ന മോശമായ സാഹചര്യത്തെ നാം അനുകരിക്കുന്നില്ല. എന്നാൽ ഈ ഭാഗത്തു നിന്നും ഏതാനും പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. പൗലോസ് അറിഞ്ഞ ഒരു കാര്യത്തിന് അവരെ ശാസിക്കുന്നു. 2-ാം വാക്യത്തിൽ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുകഴ്ത്തുന്നില്ല എന്നും പറയുന്നു. അവർ ആരാധനയ്ക്കായി കൂടി വന്നപ്പോഴുണ്ടായ ക്രമക്കേടുകളുടെ വെളിച്ചത്തിലാണ് പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നത്. ദൈവജനത്തിൻ്റെ കൂടിവരവുകളെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണം. ഇവിടെ പൗലോസ് അവരോട് ആജ്ഞാപിക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ വലിയൊരു ആത്മീക അനുഗ്രഹത്തിനായി കൂടി വരേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സാത്താന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമായി അവരുടെ കൂടിവരവുകൾ തീർന്നു. 18-ാം വാക്യം, ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ കൂടി വന്നിരുന്ന കെട്ടിടത്തെക്കുറിച്ചല്ല പൗലോസ് പരാമർശിക്കുന്നത് എന്നറിയാമല്ലോ. നമ്മുടെ ഭാഷയിൽ പള്ളി അല്ല ഇവിടുത്തെ സഭ. വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുന്നതിനെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. അതത്രേ സഭ. ഇന്ന് നാം സഭ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കെട്ടിടം, അതാണ് നാം ചിന്തിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ മർത്തോമ സഭ, CSI സഭ, പെന്തക്കോസ്ത് സഭ, യാക്കോബായ സഭ, കത്തോലിക്ക സഭ, ഇതൊന്നും അല്ലെങ്കിൽ സ്വതന്ത്ര സഭ എന്നതാണ് പലരുടെയും ചിന്ത. എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ സഭ. ജനങ്ങളാണ് സഭ. അങ്ങനൊരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. കൊരിന്തിലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വന്നപ്പോൾ 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതായ അവരുടെ ഇടയിലെ ഭിന്നത പ്രകടമായിരുന്നു. അത് തിരുവത്താഴത്തിലേക്ക് കൊണ്ടുവന്നു. ആ ഭിന്നത അവിടെ ഉണ്ടായിരുന്നു. 19-ാം വാക്യം, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുന്നത് കൊള്ളാവുന്നവർ വെളിപ്പെടുവാൻ ഒരവസരമാണ്. കൊള്ളാവുന്നവരെന്ന് തെളിയിക്കുന്നത് യോജിപ്പിനുള്ള ശ്രമത്തിലും ഭിന്നത കൂടാതെ സത്യത്തെ പുലർത്തുവാൻ യത്നിക്കുന്ന ആ പ്രവർത്തനത്തിലുമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം അംഗീകരിച്ചിട്ടുള്ളവർ ആരെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 20-ാം വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. കർത്താവിൻ്റെ അത്താഴത്തിന് മുൻപ് അവർ കഴിച്ചിരുന്ന സ്നേഹവിരുന്ന് ആചരിച്ചിരുന്ന വിധത്താൽ കർത്താവിൻ്റെ അത്താഴം ആചരിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവിൻ്റെ അത്താഴം ആഘോഷിക്കുവാൻ അവർക്ക് സാധിക്കില്ല. കർത്താവ് നിയമിച്ചതായതുകൊണ്ടാണ് കർത്താവിൻ്റെ അത്താഴം എന്ന പേര് വന്നത്. ധനവാനും ദരിദ്രനും എന്ന വിവേചനം നിലനിന്നാൽ ഒരു അത്താഴം കഴിക്കുന്നതിൽ കൂടുതലായ ആത്മീക അനുഗ്രഹം ഒന്നും ലഭിക്കാനില്ല. കർത്താവിൻ്റെ അത്താഴമായിരുന്നെങ്കിൽ ധനവാനും ദരിദ്രനും ഒരുപോലെ അവൻ്റെ മേശയിൽ അതിഥികളായിരിക്കണം. 21-ാം വാക്യം, ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു. എത്ര മോശമായൊരു സാഹചര്യമല്ലേ. ആരെങ്കിലും പാവപ്പെട്ട ഒരുവൻ അത്താഴത്തിന് വരും, എന്നാൽ അവന് സ്വന്തമായി ഒന്നും കൊണ്ടുവരുവാൻ ഇല്ലായിരുന്നിരിക്കും. അത്രമാത്രം ദരിദ്രനായിരുന്നു അവൻ വിശന്ന് വലഞ്ഞാണ് വന്നിരിക്കുന്നത്. അല്പം മരച്ചീനി പുഴുങ്ങിയതുപോലും അവനില്ലായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ അവൻ അടുത്തിരിക്കുന്ന പണക്കാരൻ കരിമീൻ പൊരിച്ചതും കോഴി വറുത്തതും അങ്ങനെ വില കൂടിയ വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ വിശന്നിരിക്കുന്ന പാവത്തിന് എന്തെങ്കിലും കൊടുക്കുക, അത് ചെയ്യില്ല. കൂട്ടായ്മ തകർന്നിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ കൂട്ടായ്മ എന്നൊന്നേ ഇല്ല. സ്നേഹസദ്യ അങ്ങനെ സ്നേഹമില്ലാത്ത സദ്യയായി. അതുമാത്രമല്ല, അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 22-ാം വാക്യം, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. യഥാർത്ഥ കൂട്ടായ്മയായി പങ്കുവയ്ക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ അവർ തങ്ങളുടെ വീടുകളിലിരുന്ന് കഴിക്കുകയാണ് വേണ്ടതെന്നത്ര പൗലോസ് പറയുന്നത്. അവർ ഇപ്പോൾ ചെയ്യുന്നത് സഭയെ തകർക്കുന്ന പണിയാണ്, സഭയെ ഛിന്നഭിന്നമാക്കുന്ന വേല.
ഈ സ്നേഹവിരുന്നുകളിൽ ചിലർ വാസ്തവത്തിൽ ലഹരി പിടിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല അവർ. അതൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് അവർക്ക്. വീണ്ടും പൗലോസ് ചോദിക്കുന്നത്, ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തണമോ? ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നു. പുകഴ്ത്താതിരിക്കാനുള്ള കാരണങ്ങളാണ് പിന്നീട് പറയുന്നത്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. യേശു കർത്താവ് ചെയ്തതുപോലെ തന്നെ കർത്താവിൻ്റെ അത്താഴം ആചരിക്കണമെന്ന് ചിലപ്പോൾ ആളുകൾ നിർബന്ധം പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നിട്ട് അവർ തന്നെ രാവിലെ 9:30 മണിക്കുള്ള ആരാധനയിൽ തിരുവത്താഴം ആചരിക്കും. കർത്താവ് ആചരിച്ചതുപോലെ തന്നെ അത് ആചരിക്കണമെങ്കിൽ അത് രാത്രിയിലായിരിക്കണമില്ലേ? പെസഹ അത്താഴം കഴിക്കുവാൻ അവർ പോയത് രാത്രിയിലായിരുന്നു. ആ അത്താഴത്തിലാണ് കർത്താവ് തിരുവത്താഴം സ്ഥാപിച്ചത്. തന്നെ ഒറ്റിക്കൊടുത്ത അതേ രാത്രിയിലാണ് യേശു ഈ നിയമം നൽകിയത്. ആ അത്താഴത്തിൽ വെച്ച് അവൻ അപ്പമെടുത്തു. മാളികമുറിയിൽ വെച്ച് കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ ആചരിക്കുന്നതിന് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തപ്പോൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് കർത്താവിൽ നിന്ന് ഇത് സംബന്ധിച്ചൊരു വെളിപ്പാട് ലഭിച്ചതായി പൗലോസ് അവകാശപ്പെടുന്നു. ഇതുപോലെ പലതും നേരിട്ടുള്ള വെളിപ്പാടായിരുന്നു പൗലോസിന്. സ്നേഹമില്ലായ്മയുടെയും ചതിവിൻ്റെയും നന്ദികേടിൻ്റെയും പ്രതീകമായി ഒരു ശിഷ്യൻ മാറിയ ആ ഘട്ടത്തിൽ തന്നെ ഓർക്കുന്നതിന് കോടിക്കണക്കിന് ശിഷ്യന്മാരുണ്ടാകാൻ പോകുന്നതിൻ്റെ പ്രവചനമായും കർത്താവ് ഇത് സ്ഥാപിച്ചു. ഇത്ര ഗൗരവമായൊരു അന്തരീക്ഷത്തിലാണ് കർത്തൃമേശ നിയമിച്ചതെന്ന് പറയുന്നത് കൊരിന്ത്യർ അതിനെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തതിൻ്റെ ഗുരുതരമായ സ്വഭാവം കാണിക്കുകയാണ്. 24 വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ അത്താഴത്തിൻ്റെ ലാളിത്യവും പാവനതയും മഹത്വവും ഒക്കെ വളരെയാണ്. ഇവിടെ നാം വായിക്കുന്നത് സ്തോത്രം ചൊല്ലി എന്നത്രേ. അതെ, മാളിക മുറിയിൽ ക്രൂശിൻ്റെ നിഴൽ തൂങ്ങിക്കിടന്നിരുന്ന ആ രാത്രിയിൽ അവൻ സ്തോത്രം ചൊല്ലി, അവൻ നന്ദി പറഞ്ഞു. പാപം മാളികമുറിയുടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു, ക്രിസ്തുവിൻ്റെ ജീവന് വേണ്ടിയുള്ള ആക്രമം. എന്നാൽ അവൻ നന്ദി അർപ്പിച്ചു, അവൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലി. തുടർന്ന് അവനത് നുറുക്കി. അവൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. ഇത് പങ്കുവെക്കേണ്ടതാകുന്നു എന്ന അർത്ഥം കൂടി ഇവിടെ വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്താഴം, തിരുവത്താഴം കൈക്കൊള്ളുന്നത് ഏതൊരു മനോഭാവത്തോടെയാണ്? ഒരു നിമിഷം സ്വയപരിശോധന ചെയ്യൂ.